ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന SI CP ഗംഗാധരന് യാത്രയയപ്പും സംഘടിപ്പിച്ചു. യാത്രയയപ്പ് യോഗം പയ്യന്നൂർ DYSP PK മണി ഉദ്ഘാടനം ചെയ്യുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ഗംഗാധരൻ SI പെരിങ്ങോം പോലീസ് സ്റ്റേഷനായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സൈലൻ്റായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പോലീസിന് വേണ്ടുന്നതും അതാണ്. കാര്യങ്ങൾ പഠിക്കുക, ആദ്യം കേൾക്കുക, അത് പഠിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ള പോളിസിക്കാരനാണ് ഗംഗാധരൻ SIനെ ഞാൻ അന്ന് കണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ പെരിങ്ങോം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെല്ലാം അങ്ങനെയുള്ള വളരെ കോൺട്രവേഴ്സ്യലായ ഇഷ്യൂസുകളാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹത്തിൻ്റെ അടുക്ക അദ്ദേഹം പെട്ടെന്നൊന്നും ഒരു കാര്യം അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. അദ്ദേഹം കുറച്ച് പഠിച്ചിട്ട് മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത്. 32 വർഷത്തോളം അദ്ദേഹം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ചു. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അദ്ദേഹം ഈ മാസം റിട്ടയർ ചെയ്യുകയാണ്. പോലീസിലൊരു 32 വർഷം സേവനം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഇപ്പം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവർ ബന്ധപ്പെടുന്ന ആൾക്കാരും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്കതിൻ്റെ ഗൗരവം നന്നായിട്ട് അറിയാം. കാരണം നല്ല ഒരു കാലത്ത് നമ്മൾ ഇതിലേക്ക് പോലീസിലേക്ക് വന്നിട്ട് നമ്മുടെ എൻ്റയർ ലൈഫ് തന്നെ ഞാൻ പറയുന്നത് സ്പോയിൽ ചെയ്തു എന്നാണ്. നമ്മുടെ നല്ല കാലം കംപ്ലീറ്റ് വേസ്റ്റായിപ്പോയി. ഇനിയിപ്പോൾ കാലം വളരെ കുറച്ചേ ഉള്ളൂ. 50 വയസ്സ്, 55, 56 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൗവനമെല്ലാം പോയി. അപ്പോൾ വലിയൊരു ഈ സന്യാസിയെല്ലാം ആകുന്നത് പോലെ ആയിട്ട് തോന്നുന്നു. അങ്ങനെയും ഫീൽ ചെയ്യാം. പക്ഷേ അങ്ങനെയൊന്നും ഫീൽ ചെയ്യണ്ട. അങ്ങനെയെല്ലാം ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ ഗംഗാധരൻ SIനെ പോലുള്ള എക്സാമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കാര്യങ്ങൾ പഠിക്കണം. കാര്യങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ പഠിക്കണം. എഞ്ചിനീയർമാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഈ തത്വചിന്തകന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ചേ മതിയാവും. ഇപ്പം ഞാനിപ്പോൾ ഡയാലിസിസ് യൂണിറ്റിലെ 4 നേഴ്സുമാരെ രാവിലെ തൊട്ടിട്ട് ഞാനിങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ മുന്നേ ഒരു ഡയാലിസിസ് യൂണിറ്റ് കയറിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ പോലീസിൻ്റെ ഇത് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെല്ലാവരും ഈ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതേപോലെ ഈ നമുക്ക് എൻജിനീയറിംഗ് ഒന്നും നമ്മളെല്ലാം ആർട്സാണ് പഠിച്ചത്. ഞാൻ ഈ കുറ്റിയാടി ഓഗ്മെൻറ്റേഷൻ പ്രോജക്റ്റിൻ്റെ 2x50 മെഗാവാട്ടിൻ്റെ വലിയ വൈദ്യുതി നിലയം നിർമ്മിച്ചതിൽ അഴിമതി അന്വേഷിക്കുന്ന കേസിൽ ഞാനാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളാണ്. അപ്പോൾ അതൊരു 10-32 വർഷം കൈകാര്യം ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കരകയറുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഹെർക്കൂലിയസ് ടാസ്ക്കായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും SI ലെവലിൽ റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായി ജോലി ചെയ്തു. സേനാംഗങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായി, യാതൊരു പ്രശ്നക്കാരനും ഇല്ലാതെ, സർവീസിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ പോലീസിന് അഭിമാനമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ചെറുപുഴ SHO G ജിഷ്ണു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷന്റെ ഉപഹാരം പെരിങ്ങോം സർക്കിൾ ഇൻസ്പെക്ടർ K ഷാജു സമർപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സർവീസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് നമുക്കെല്ലാവരും ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട ഒരു ദിവസമാണ് റിട്ടയർമെൻറ്റ് ഡേ എന്ന് പറയുന്നത്. ഗംഗാധരൻ SI എൻ്റെ കൂടെ എവിടെയും ഒരുമിച്ച് ജോലി ചെയ്തില്ലെങ്കിലും 2 ദിവസത്തെ ഡെയിലി റിപ്പോർട്ട് വിളിച്ചു വരുന്നൊരു ബന്ധം ഗംഗാധരൻ SIയുമായിട്ട് എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് കാരണം ഞാൻ രാവിലെ ഇവിടെ ചെറുപുഴ സ്റ്റേഷനിലും വിളിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട DYSP സാറെ ഇന്നലത്തെ ഒരു ദിവസത്തെ ഡ്യൂട്ടിയും അതുപോലെ സംഭവവികാസങ്ങളും ബ്രീഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ദിവസം ജിഷ്ണു കഴിഞ്ഞ ദിവസം ഇല്ലാത്ത ദിവസങ്ങളിൽ എന്നെ രാവിലെ ഫോൺ മുഖാന്തരം വിളിച്ച് ചെറുപുഴ സ്റ്റേഷനിലെ സ്ഥിതി വിവരങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുന്നത് ഗംഗാധരൻ SIയാണ്. കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ DYSP സാർ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉടനെ തന്നെ വളരെ സമയബന്ധിതമായിട്ട് തന്നെ മറുപടി തരികയും എനിക്ക് സാറിനെ
DYSP സാറെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള എല്ലാ ഉപകാരപ്രദമായ വിവരങ്ങൾ തരികയും ചെയ്യുക എന്ന ഒരു കർത്തവ്യം വളരെ ഭംഗിയായിട്ട് തന്നെ 2 ദിവസം ഗംഗാധരൻ എസ് ഐ നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ അരി വെന്തു നോക്കാൻ വേണ്ടി 1-2 അല്ലേ ചോറെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഗംഗാധരൻ എസ് ഐയുടെ സർവീസ് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 2 ദിവസത്തെ അനുഭവം എനിക്ക് നേതൃസാക്ഷ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. KP ശശിധരൻ സ്വാഗതം പറഞ്ഞു. SIമാരായ P രമേശൻ, സന്തോഷ് ബാബു, M പ്രകാശൻ, പ്രമോദ് കുമാർ, ASIമാരായ M നാരായണൻ, സിന്ധുമണി, ചെറുപുഴ കൃഷി ഓഫീസർ KR ജിതിൻ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ SICP ഗംഗാധരൻ മറുപടി പ്രസംഗം നടത്തി. ആദ്യം KPയിൽ ട്രെയിനിങ് കഴിഞ്ഞ് എയർ ക്യാമ്പിൽ ജോലി ചെയ്തു. പിന്നീട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ ജോലി ചെയ്തു. അവിടുന്ന് പഴയങ്ങാടി ജോലി ചെയ്തിട്ടുണ്ട്, പെരിങ്ങോം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണിസാറ അന്ന് CA ആയിരുന്നു. പിന്നീട് ചെറുപുഴ, ചന്തേര, വെള്ളരിക്കുണ്ട്, ആലക്കോട് എന്നീ സ്റ്റേഷനിലാണ് ഞാൻ കൂടുതലായി പണിയെടുത്തത്. ഇത്രയും വർഷത്തെ ജോലിക്കിടയിൽ കാര്യമായൊരു പണിഷ്മെൻറ്റോ കാര്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഉണ്ടായതൊരു വ്യവഹാരി എനിക്കെതിരെ കൊടുത്തൊരു PR ഉണ്ടായിരുന്നു. ഞാൻ ഒരു പെരുമ്പടവിലൊരാൾ. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വരെ കൊടുത്ത് പലതവണയായിട്ട് എന്നെ ശല്യം ചെയ്യാൻ നോക്കിയതാണ്. അത് കൃത്യമായി മറുപടി കൊടുത്ത് അത് ഒഴിഞ്ഞു പോയതാണ്. വെറും 324 കേസ് സെഷൻസ് കോടതിയിൽ നമ്മുടെ സാധാരണ JSCMൽ വിചാരണ ചെയ്യേണ്ട ഒരു കേസ് ഹൈക്കോടതി പോയിട്ട് പ്രിൻസിപ്പൽ സെഷൻസിന് വിചാരണ ചെയ്യിപ്പിച്ചതാണ് അയാൾ. അത് കൃത്യമായി മറുപടി കോടതിയിൽ പറഞ്ഞു. അത് ആ കേസ് അങ്ങനെ പോയിട്ടുണ്ട്. പാരമ്പര്യം പോലെ അമൂല്യമായ മറ്റൊന്നില്ല. ഹൃദയബന്ധങ്ങൾ തൊട്ടറിഞ്ഞ സ്വർണ്ണാഭരണ ശ്രേണി നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്. 1/4 നൂറ്റാണ്ടിന്റെ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും വിശാലമായ ഷോറൂം. മലയോരത്തിന്റെ മനം തൊട്ടറിഞ്ഞ സുവർണ പാരമ്പര്യം ഇനി ചെറുപുഴയിലും. നവരത്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ആലക്കോട്, ചെറുപുഴ.